ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാടക ഫാക്ടറി എന്നൊരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ എന്താണെന്ന്? ഇല്ലല്ലോ. അപ്പോൾ ഇത്തവണത്തെ വീഡിയോയിലൂടെ ഞാൻ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. ഫാക്ടറി എന്നത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഫാക്ടറി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് മാനുഫാക്ചറിങ്ങും നടക്കുന്ന സ്ഥലം. അതുപോലെ നാടകങ്ങൾ ഒന്നും രണ്ടും ഒന്നുമല്ല, ഒട്ടനേകം നാടകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നിശ്ചിതമായ ഒരു സ്ഥലം, അതാണ് ഒരു ഫാക്ടറി എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. ഇത് ഞാൻ മാത്രമല്ല, ആ നാട്ടിലുള്ള സകലമാന പേരും ഈ സ്ഥലത്തിനെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിനെ അങ്ങനെയാണ് വിളിക്കുന്നത്, ഡ്രാമ ഫാക്ടറി എന്ന്. അങ്ങനെ ഒരു സ്ഥലത്തെയും പിന്നെ ഈ ഡ്രാമ ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഡ്രാമ ഫാക്ടറിക്ക് വേറൊരു പേരാണ് യഥാർത്ഥത്തിലുള്ളത്. ആ പേരെന്താണെന്നോ? ധന്യ നാടക ഗ്രാമം എന്നാണ്. ഈ നാടക ഗ്രാമം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് നാടകം അല്ലെങ്കിൽ സ്റ്റേജുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലൊക്കെ സ്വാഭാവികമായിട്ട് വന്നേക്കാം. ആദ്യം ഇത് കേട്ടപ്പം എനിക്കും അങ്ങനെ തോന്നി. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല, ഇതൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ പേരാണ് ധന്യ നാടക ഗ്രാമം. ഈ ധന്യ നാടക ഗ്രാമം സ്ഥാപിച്ചിരിക്കുന്ന ആരാണെന്നറിയും? ഒരു കള്ളൻ. അതെ, ഒരു കള്ളൻ. പക്ഷേ അവിടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ കള്ളൻ മോഷണമൊന്നും നടത്തിയിട്ടില്ല, പക്ഷേ ഇദ്ദേഹം കള്ളനാണ്. അപ്പോൾ ഈ കള്ളൻ സ്ഥാപിച്ച നാടക ഗ്രാമത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ കള്ളൻ എന്ന് വിളിക്കുന്നത് എന്ന വിശേഷത്തെക്കുറിച്ചുമൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും, പക്ഷേ അതിനകത്ത് ഈ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നാടകത്തിൻ്റെ ക്യാമ്പും അതിൻ്റെ റിഹേഴ്സലിൻ്റെ ചുറ്റുപാടുകളും എങ്ങനെയാണെന്നും ഒക്കെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് കാണാം. എന്തായാലും രണ്ട് വിശേഷങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനകത്തുള്ളത്. ഒന്ന്, ഈ നാടക ഫാക്ടറി, ഒന്നിൽ കൂടുതൽ നാടകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം, അതുണ്ടാക്കിയ വ്യക്തി. ഈ രണ്ട് വിശേഷങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞാൻ പറയാൻ മറന്നുപോയി, ഇത് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് കഴിഞ്ഞിട്ട് നെടുമങ്ങാട്ടേക്ക് പോകുന്ന സ്ഥലത്ത് പുല്ലമ്പാറ എന്നൊരു സ്ഥലമുണ്ട്. ഒരു പക്കാ ഗ്രാമപ്രദേശമാണ്. അവിടെയാണ് ഈ നാടക ഗ്രാമം. ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്നാക്കാം. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ വ്യക്തിയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ട കള്ളൻ വിജയകുമാർ. എനിക്ക് ഈ മുഖത്ത് നോക്കി കള്ളാന്നൊന്നും വിളിക്കാൻ വയ്യ. വിജയണ്ണ, നമസ്കാരം. നമസ്കാരം. എന്നാലും ഞാൻ ചോദിക്കട്ടെ വിജയണ്ണ, എന്തിനാണ് നാട്ടുകാർ അണ്ണനെ ഈ കള്ളൻ എന്ന് വിളിക്കുന്നത്? അതിനെ കൊച്ചിലെ ആരോ കള്ളാന്ന് വിളിച്ച് അതിപ്പോ കള്ളൻ എന്ന് പറഞ്ഞാലേ അറിയപ്പെടാൻ പറ്റും. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ യാതൊരു ഒന്നുമില്ല. ശേടാ, അതിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു പേരിട്ടത്. ആഹാ, അതിപ്പോ പിള്ളേരൊക്കെ ചില കുസൃതി കാണിക്കുമ്പോ പോടാ കള്ളാന്നൊക്കെ നമ്മൾ ചുമ്മാ തമാശക്ക് വിളിക്കും. കള്ളനെന്നായി. ഇതിപ്പോ ഒരു പേരായി. എങ്ങനെ അറിയപ്പെടും ഇവിടെ? ആണോ? അപ്പൊ വലുതായപ്പോഴും ആ പേരൊന്ന് മാറ്റണമെന്ന് തോന്നിയില്ല. ഞാൻ നാടകത്തിൽ നോട്ടീസിലൊക്കെ കള്ളൻ വിജയൻ എന്ന് തന്നെ അടിക്കുന്ന. അങ്ങനെ തന്നെയാണ് അനൗൺസ് ചെയ്യുന്നത്. അത് തന്നെ, കള്ളൻ വിജയൻ. അത് കൊള്ളാം. പിന്നെ ഇടയ്ക്ക് മാതൃഭൂമിക്കാർ വന്ന് എടുത്തോണ്ട് പോയിട്ടും കള്ളൻ വിജയൻ എന്ന് തന്നെ. ഓ, അത് ശരി. അങ്ങനെ കള്ളൻ വിജയൻ നാടകത്തോടുള്ള ഭ്രമം മൂത്ത് സ്വന്തമായിട്ടൊരു നാടക ഗ്രാമം സ്ഥാപിച്ചിരിക്കുകയാണ്. വിജയണ്ണ, എന്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാനുള്ള ഒരു കാരണം? കാരണം ഞാനൊരു 36 വർഷം നാടകത്തിലെ സെറ്റ് വർക്കറായിരുന്നു. അപ്പോൾ സെറ്റ് വർക്കിൽ നിന്നും പിന്നെ നമുക്ക് ഉറക്കൊഴിയാനൊന്നും വയ്യാന്ന് തോന്നിയപ്പോൾ ഞാൻ ആലോചിച്ച് ഇങ്ങനെ ഒന്ന് തുടങ്ങുമ്പോൾ നാടക ബന്ധം നഷ്ടപ്പെട്ടു പോകില്ലല്ലോ എന്ന് തോന്നി. അങ്ങനെ ലോണെല്ലാം കൂടെ ഒക്കെ എടുത്താണ് ഈ സംരംഭം തുടങ്ങിയത്. 4ാമത്തെ വർഷമാണ്. ഓ, നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സെറ്റ് വർക്കർ. അതായത് നാടകത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇങ്ങനൊരു ആശയം സ്വന്തമായിട്ട് തന്നെ തോന്നിയതാണോ അതോ സ്വന്തമായിട്ട് മനസ്സിലുണ്ടായിരുന്നു? ഇങ്ങനെ തുടങ്ങിയാൽ നമുക്ക് നാടകക്കാരോട് വരും, അവരുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകില്ലല്ലോ എന്ന് തോന്നി. ഓക്കെ. ധന്യ നാടക ഗ്രാമം. ആരാ ഈ ധന്യ? ധന്യ എൻ്റെ മകളാണ്. മകള് മരണപ്പെട്ടു പോയി. ഓ, അപ്പൊ ആ മകളുടെ പേരിലാണ് സ്ഥാപനം തുടങ്ങി. ഓക്കെ. വിജയണ്ണന് മൊത്തം 2 മക്കളല്ലേ? 2 മക്കളാണ്. ഒരാണും ഒരു പെണ്ണും. ഓക്കെ. മകള് എങ്ങനെയായിരുന്നു ഞാൻ ചോദിക്കുന്നതുകൊണ്ട്? അല്ല, കുഴപ്പമില്ല. മകള് പിന്നെ ഹാർട്ടിന്റെ കുഴപ്പമായിരുന്നു. 3.5 വയസ്സായപ്പം ചിത്രയിൽ ഓപ്പറേഷൻ ചെയ്ത്. 3.5 വയസ്സുള്ളപ്പോഴാണോ? 3.5 വയസ്സുള്ളപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ മരണപ്പെട്ടു. അയ്യോ. ഓക്കെ.
മോൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? മോനിപ്പോ ഇവിടെ ഉണ്ട്, ഇത് നോക്കി. ഈ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ. ഇവിടെ റിഹേഴ്സൽ ഇപ്പൊ ഇതുവരെ എത്ര നാടകങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്? ഇവിടെ ഒരു വർഷം പുതിയത് ഒരു 7 എണ്ണം ചെയ്യും. 7 എണ്ണം ഫുള്ളായിട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈനൽ കളിക്കാനും 5 ദിവസത്തേക്ക് അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. എന്തായാലും ഒരു 10-15 പ്രോഗ്രാം ബാലയൊക്കെ കൂടെ ഉണ്ടാവും. മൊത്തം ഇതുവരെ ഇതിപ്പോ തുടങ്ങിയിട്ട് എത്ര വർഷം? 4 വർഷം. 4 വർഷമാണ്. ഈ 4 വർഷത്തിനകം ഇവിടുന്ന് എത്ര നാടകവും എത്ര ബാലയും ഒക്കെ? നാടകം ഒരു 28 നാടകം ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 5 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് അങ്ങനെ എല്ലാം കൂടെ ഒരു 50 പ്രോഗ്രാം 4 കൊല്ലമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കെട്ടി ഉണ്ടാക്കുന്നതിന് ഒരു വലിയ തുകയുടെ ആവശ്യം വന്നതാണല്ലോ. എമൗണ്ട് ആയി. ഞാൻ പിന്നെ ലോണൊക്കെ എടുത്താണ് ചെയ്തത്. ഓക്കെ. അത്രത്തോളം നാടകത്തെ ഇഷ്ടമാണ്. ഇത് നമുക്ക് ഒരിക്കലും മരിക്കുന്നേരം ഇതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റൂല. അങ്ങനെ നാടകത്തോട് ഇത്രയും വലിയൊരു ഇഷ്ടം തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ ഒരു നടനാവണമെന്ന് വല്ലതായിരുന്നു ആഗ്രഹം? നടനല്ല, ഞാൻ കൊച്ചിലെ നാടകത്തിൽ സെറ്റ് വർക്കിന് പോയതാണ്. അന്ന് ഇവിടെ സംഘചേതന എന്നും പറഞ്ഞൊരു ട്രൂപ്പ് എന്റെ മുതലാളി ഇവിടെ ആയിരുന്നു. അങ്ങനെ നമ്മളെ കൊണ്ടുപോയതാണ്. തിരുവനന്തപുരം സംഘചേതന. അപ്പൊ പുള്ളി ഫസ്റ്റിൽ തുടങ്ങുന്ന സൗപർണിയാണ്, പിന്നെയാണ് അത് സംഘചേതന ആയത്. അപ്പൊ ആ പുള്ളിയുടെ കൂടെ അങ്ങ് പോയി. പിന്നെ അപ്പോഴും അന്ന് എനിക്ക് 30 രൂപ ശമ്പളമാണ് കിട്ടുന്നത് സെറ്റ് വർക്കിന്. അന്നത്തെ കാലത്ത് ഇന്ന് 2000-2500 വരെ സെറ്റ് വർക്കർ വാങ്ങിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് ഞാൻ പോയതാണ്. അല്ല, ഇതില് ഒരുപാട് സവിശേഷതകളുണ്ട്. അതായത് ഒരു നാടകത്തിന്റെ പണവുമായിട്ട് ഇങ്ങനെ എത്തിയാൽ മതി. നമ്മൾ ഈ ഫിലിം സിറ്റിയിലൊക്കെ പോകുന്നത് ഇവിടെ വരുമ്പോ വേറെ ഒന്നുമില്ല, എല്ലാം ഇവിടെ റെഡിയാണ്. എല്ലാം ഇവിടെ റെഡിയാണ്. അതായത് താമസിക്കാനുള്ള സൗകര്യം, പിന്നെ ഭക്ഷണം, അതും വിജയണം തന്നെയാണ്. പിന്നെ അവരൊക്കെ രംഗപടത്തിന്റെ വരപ്പ് കാര്യങ്ങൾ അതെല്ലാം അവിടെ നടക്കും. അതെ അതെ അതെ. അതായത് ഇപ്പൊ രാമോജി ഫിലിം സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സിനിമ നമുക്ക് പണവുമായിട്ട് ചെന്നാൽ മതി, പൈസയായിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നാടകം നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങാം. ഇവിടെ ഫൈനൽ കളിച്ച് തന്നെ പോകുന്നത്. ആണല്ലേ? ഫൈനൽ 2 ദിവസം ഫൈനൽ നടത്തിയാണ് പോകുന്നത്. ബാക്കി സംവിധായകന് റൂം, ലേഡീസ് റൂം. ഇത് പണ്ട് കാലത്ത് ഞാൻ പോകുന്ന സമയത്തും വല്ല അമ്പലത്തിന്റെ ഓഡിറ്റോറിയങ്ങളോ പിന്നെ അല്ലെങ്കിൽ വേറെ പുറത്തുള്ള ഓഡിറ്റോറിയങ്ങളോ ഇങ്ങനെ ഒരു സ്ഥാപനം ഇതിനായിട്ടില്ല. ഇല്ല. അപ്പോഴാണ് എന്റെ മനസ്സിൽ ഉദിച്ചത് ഇത് നമുക്ക് തുടങ്ങാം എന്ന് തോന്നിയ. കാരണം അമ്പലത്തിൽ കല്യാണം ഉള്ളപ്പോ മാറിക്കൊടുക്കണം, ഓഡിറ്റോറിയത്തിലായാലും കല്യാണം വരുമ്പോ മാറിക്കൊടുക്കണം. 2 ദിവസം മെനക്കെട്ട് പോകും. ഇത് നമുക്ക് കറണ്ട് ചിലപ്പോ കട്ടുണ്ടെങ്കിൽ മാത്രമേ സമയം പോകുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെ നാട്ടുകാരൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നാടകമാകുമ്പോ 9 മണിയാകുമ്പോ അവര് നിർത്തും. എല്ലാവരും ഉറങ്ങുന്ന സമയം പിന്നെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ. 9 മണി. ഞാൻ അത് പറഞ്ഞു. ഇപ്പൊ ഇവിടെ വന്ന് ചിലരോട് ചോദിച്ചപ്പം പറഞ്ഞു ഞങ്ങളൊക്കെ വളരെ സപ്പോർട്ടീവ് ആണ്, കാരണം ഇതൊരു കലയല്ലേ, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ എന്നാണ് അവർ ചോദിച്ചത്. നാട്ടുകാരിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് ഇവിടെ. അപ്പൊ അവര് സെറ്റ് വരയ്ക്കും, അഭിനയക്കാരും ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെല്ലാം നല്ല സപ്പോർട്ടാണ്. അത് ശരി. പിന്നെ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാതിരാത്രി 1 മണി വരെ ഒന്നും ഇടൂല. ഒരു 9 മണിയാകുമ്പോൾ നിർത്തും. അല്ല, എന്നാലും സ്ഥിരമായിട്ട് ഇങ്ങനെ ഇപ്പൊ ഒരു വർഷത്തിൽ തന്നെ 6-7 നാടകങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ സൗണ്ടും അങ്ങനത്തെ ആ ബഹളവും ഒന്നും ആർക്കും തന്നെയല്ല. ഇതൊരു ജംഗ്ഷനിലാണ്, ജംഗ്ഷനിൽ തന്നെ വീടാണ്. അതെ. അപ്പൊ അവരൊക്കെ വളരെ സപ്പോർട്ടീവ്, അവരെല്ലാം സപ്പോർട്ടാണ്. ഓക്കെ ഓക്കെ. അതൊരു വലിയ പ്രത്യേകത തന്നെ. അവർക്കൊന്നും വേറെ ഇതൊന്നുമില്ല. പിന്നെ ഇത് 12 മണി 1 മണിയൊക്കെ ആയാലാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമ്മൾ 9 മണിയാകുമ്പോൾ നിർത്തിക്കും. എത്ര മണിക്ക് തുടങ്ങും? രാവിലെ അവര് ഇന്നിപ്പോ 6 മണിക്ക് തുടങ്ങി. രാവിലെ 6 മണിക്ക് അപ്പൊ 8-8:30 ആയപ്പോ അവര് നിർത്തി. പിന്നെ ഇനിയിപ്പോ അവരൊന്നും കൂടെ 3-4 റിഹേഴ്സലൊക്കെ ചിലപ്പോ ഇട്ടുള്ളത്. ശരി. നമുക്ക് അമിതമായി മോഹങ്ങളുണ്ടായി പണം ഉണ്ടാക്കാനല്ലല്ലോ. നമുക്ക് പണത്തിനോടൊന്നും അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. കലയാണ്, നമുക്ക് ജീവിക്കണം. എന്നാൽ മറ്റാർക്കും ശല്യം ഉണ്ടാവരുത്, അങ്ങനെയുള്ള രീതിയിലാണ്. ഓക്കെ. അല്ലാതെ അമിതമായിട്ട് വിജയണം പറഞ്ഞു വരുന്നത് വിജയണന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഇത്, അല്ലേ? എന്റെ ഏറ്റവും സ്വപ്നം ഇതായിരുന്നു. കാരണം ജീവിതത്തിൽ ഈ നാടകത്തിന്റെ ബന്ധം നഷ്ടപ്പെട്ടു പോകരുത്. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ എവിടെ നാടകം ഉണ്ടെങ്കിലും കാണാൻ പോകും, നമ്മുടെ കുടുംബമായിട്ട് പോകും. അങ്ങനെ ആണ് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ തന്നെ കാണാമല്ലോ, നമ്മളെ നാട്ടുകാരൊക്കെ കാണാമല്ലോ. അങ്ങനെയാണ് ഒരു ആശയം. പക്ഷെ നാട്ടുകാർക്കും 8-10 നാടകം ഒരു വർഷത്തിൽ ഇവിടെ കാണാം. അവരെങ്ങും ഉത്സവപ്പറമ്പിൽ പോകണ്ട. കുറഞ്ഞത് ഒരു 10 നാടകം കൂടെ കാണാൻ പറ്റും, നാട്ടുകാരെ കാണാം. അപ്പൊ ഈ കള്ളൻ വിജയൻ എന്നുള്ള പേര് ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നാണോ? അല്ല, ഇതിന് മാറാൻ ചാൻസ് ഇല്ലല്ലോ, പറ്റില്ലല്ലോ. അത് ആയിപ്പോയി. അതിപ്പോ നമ്മള് റെക്കോർഡിക്കലായിപ്പോയി. ഇനി അതൊരിക്കലും മാറില്ല. ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിച്ച് ചോദിച്ചിട്ടുണ്ടോ? നീ മോഷ്ടിച്ചിട്ടുണ്ടോ? അറിയാം. തമാശക്ക് വിളിക്കുന്നത്. അറിയാം. ഓക്കെ ഓക്കെ.
ഇതിന്റെ പാചകവും ഒക്കെ വിജയണ്ണൻ തന്നെയാണ്. അല്ല, ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് എനിക്ക് വേറെ വീടുണ്ട്, അത് തന്നെ അവിടെ നിന്ന് പാചകം ചെയ്ത് 3 നേരം അവിടെ വണ്ടി കാറ്ററിംഗിന്റെ പരിപാടി ഉണ്ട്. കാറ്ററിംഗിന്റെ പരിപാടി. അപ്പൊ അതുകൊണ്ട് പാചകവും അല്ലെങ്കിൽ ഭക്ഷണവും ഭക്ഷണം അതിന്റെ കൂടെ തന്നെ നടക്കും. ഓക്കെ. അപ്പൊ കണ്ടല്ലോ, ഈ ഒരു കുഞ്ഞു കാര്യം കൊണ്ട് മാത്രമാണ് വിജയണ്ണനെ നാട്ടുകാർ മുഴുവൻ കള്ളാന്ന് വിളിക്കുന്നത്. സത്യത്തിൽ ഇത് ആദ്യം അറിഞ്ഞപ്പം ഞാനും ഞെട്ടിപ്പോയി, ഒരു കള്ളൻ നാടക പ്രസ്ഥാനം തുടങ്ങും. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഇവിടെ വന്നു. അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചപ്പോഴാണ് ഇത്രയും നിസ്സാരമായ ഒരു കാര്യമേ ഇതിൻ്റെ പിന്നിലുള്ളൂ എന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയത്തോട് എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി. കാരണം സ്വന്തമായി ഒരു നാടകം പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. എന്തായാലും ഞാനിനി നേരെ അവരുടെ ക്യാമ്പിലേക്ക് പോവുകയാണ്. നാടക ക്യാമ്പെന്നാണ് പൊതുവെ അതിനെ പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ നാടക ഗ്രാമം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ നാട്ടുകാരും മറ്റു ചിലരും ഇതിനെ നാടക ഫാക്ടറി എന്നും വിളിക്കുന്നുണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള പേരുകൾ ഇതിനുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനി അവിടുത്തെ വിശേഷം എങ്ങനെയാണെന്നുള്ളത് പിന്നാലെ കാണാം. ഇതാണ് മുത്തിപ്പാറ ജംഗ്ഷൻ. മുത്തിപ്പാറ എന്ന് പറഞ്ഞാൽ ഒരു തനി ഗ്രാമപ്രദേശമാണ്. വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഒരുപാട് ഉള്ളിലായിട്ടാണ്. ഈ ജംഗ്ഷനിൽ തന്നെയാണ് ധന്യ നാടകഗ്രാമം. ഇവിടെ എന്നാൽ കാണാൻ പറ്റും. കാണുന്ന ഷെഡില്ലേ, അതാണ് ധന്യ നാടകഗ്രാമം. ഇത് നല്ല ഒന്നാന്തരം ഒരു ഗ്രാമപ്രദേശമാണ്. ഈ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് അവിടെ ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം. ഒരുപക്ഷെ നിങ്ങൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ടാവും. എനിക്കിവിടെ വന്നപ്പോൾ വലിയ അതിശയം തോന്നിയത്, സത്യത്തിൽ എനിക്ക് ഈ ഗ്രാമത്തിലുള്ളവരോട് വല്ലാത്ത ഒരു ആദരവാണ് തോന്നിയത്. കാരണം നിരന്തരം എത്രയോ നാടകങ്ങൾ ഇവിടുന്ന് റിഹേഴ്സലിട്ട് അത് പൂർത്തിയാക്കി പോകുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ സ്ഥിരമായിട്ട് ഈ ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവർക്കാർക്കും അതിനകത്ത് യാതൊരു പരാതിയുമില്ല, പരിഭവമില്ല. കാരണം ഇവരെല്ലാം അത്രത്തോളം നാടകം എന്ന കലയെ സ്നേഹിക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് സത്യം. ഇനി ഞാൻ ആ നാടക ക്യാമ്പിലേക്ക് ചെല്ലാം. അവിടെ ഇനി എങ്ങനെയാണ് ഒരു നാടകം പരിശീലിപ്പിക്കുന്നതെന്നും എന്താണ് ഈ നാടക ഫാക്ടറിക്കകത്ത് സംഭവിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഞാൻ തനിച്ചല്ല, ഈ വീടിന്റെ ചുറ്റുമില്ല ആൾക്കാർ. എന്റെ നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുക. ഈ വീട് ചുട്ട് ചാമ്പലാക്കാൻ. ഇനിയിപ്പോൾ ഇവരുടെ ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഒരു നാടകം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നത് എന്ന് പലർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ നാടക ഫാക്ടറിയിൽ എങ്ങനെയാണ് നാടകം ചിട്ടപ്പെടുത്തിയെടുക്കുന്നതെന്ന് നമുക്കൊരു കുറച്ച് വിഷ്വൽസിലൂടെ ഒന്ന് കാണാം. പ്രിയ സദസ്സിന് തിരുവനന്തപുരം ശ്രീനന്ദനയുടെ സ്നേഹസ്വാഗതം. ശ്രീനന്ദന 1998 മാർച്ച് 17 ഛത്തീസ്ഗഡിലെ കാക്കൂർ ജില്ലയിലെ മാവോയിസ്റ്റുകളുടെ ഒളിത്താവളം. വർഷങ്ങളായി നമ്മൾ നടത്തി വരുന്ന പോരാട്ടം ഈ രാത്രി കൊണ്ട് അവസാനിക്കുന്നു. 20 വർഷമായി ഞാൻ ഈ സംഘടന ചേർത്തിട്ടും ഒരു സർവ്വ
ഇത് ഇവിടെയാണ് ആർട്ടിസ്റ്റുകളൊക്കെ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. അവർ താമസിക്കുന്നൊരു സ്ഥലം ഇത് തന്നെയാണ്, സ്റ്റേജിനോട് ചേർന്ന് തന്നെ. പ്രിയപ്പെട്ടവരെ, ഈ ക്യാമ്പിൽ വന്ന് ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പോയിട്ടുള്ള മറ്റു ചില ക്യാമ്പുകൾ കൂടി എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അതും ഇതും കൂടെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അത്ര വലിയ വ്യത്യാസമൊന്നും അങ്ങനെ തോന്നിക്കുന്നില്ല. കാരണം ഇതൊക്കെ തന്നെയാണ് മറ്റ് ക്യാമ്പുകളിലും നടക്കുന്നത്, ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ക്യാമ്പിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഒരു നാടക ഫാക്ടറി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കണ്ടതുപോലെ ഇവിടെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇവർ താമസിക്കുന്നതും ഇവർ ഭക്ഷണം കഴിക്കുന്നതും ഇതിൻ്റെ രംഗപടം തയ്യാറാക്കുന്നതും എല്ലാം ഈ ഒരൊറ്റ ഷെഡിനുള്ളിൽ തന്നെയാണ്. മറ്റ് ക്യാമ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനൊക്കെ ചെറിയ തരത്തിലുള്ള സെപ്പറേഷൻ എങ്കിലും ഉണ്ടാവും. ഇപ്പോൾ താമസിക്കുന്നത് ചിലപ്പോൾ ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്നിടത്തുനിന്ന് ഒരല്പം മാറിയായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ രംഗപടം തയ്യാറാക്കുന്നത് വേറെ ഒരിടത്ത് വെച്ചായിരിക്കും. പക്ഷേ ഇതെല്ലാം ഇവിടെ നടക്കുന്നു. ഇവർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും വിശ്രമിക്കുന്നതും എല്ലാം ഈ ഒറ്റ ചുറ്റുവട്ടത്തിനുള്ളിലാണ്, ഈ ഒരു ഷെഡിനുള്ളിലാണ്, ഈ ഓഡിറ്റോറിയം പോലെയുള്ള ചെറിയൊരു ഷെഡിനുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതാണ് ഇതിനെ നാടക ഫാക്ടറി എന്ന് വിളിക്കുന്നതിനുള്ള ഒരു കാരണം. പ്രധാന കാരണം നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വർഷത്തിൽ 10 നാടകങ്ങളെങ്കിലും ഇവിടുന്ന് ഒന്നിനു പുറകെ ഒന്നായി നിർമ്മിച്ചിറക്കുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ചായക്കട തുടങ്ങുമോ എന്ന് ചില വേളകളിൽ ചോദിച്ച് കേട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ചിലർ ശരിയാണല്ലോ, എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്നൊക്കെ ചിന്തിച്ച് പോയേക്കാം. പക്ഷേ എനിക്ക് ചില ഘട്ടങ്ങളിൽ തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ വിജയണ്ണൻ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ നാടക ഗ്രാമം തുടങ്ങിയിരിക്കുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ ചെന്ന് നിന്ന് ആ സാഹചര്യവും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ അറിയുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിന്തിച്ച് പോയിട്ടുണ്ട്, ചില സമയങ്ങളിൽ ഒരു ചായ കുടിക്കുന്നതിന് ഒരു ചായക്കട പോലെ തന്നെ തുടങ്ങുന്നത് വലിയ തെറ്റായ കാര്യമൊന്നുമല്ല. കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു ചായക്കടയിൽ ചെന്ന് പൈസ കൊടുത്ത് മറ്റൊരാൾ ഉണ്ടാക്കുന്ന ഒരു ചായ വാങ്ങി കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖവും, നമ്മൾ സ്വന്തമായിട്ടൊരു ചായക്കട ഉണ്ടാക്കി അവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു ചായ ഉണ്ടാക്കി നമ്മളത് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖവും തമ്മിൽ അങ്ങേയറ്റം വ്യത്യാസമുണ്ട്. പക്ഷേ എന്ത് വേണം, ഈ ചായക്കട തുടങ്ങുന്നതിന് വേണ്ടുന്ന സാഹചര്യവും സൗകര്യവും ഒക്കെ ഉണ്ടാവണം. അങ്ങനെയുള്ളവർ സ്വന്തമായ ഒരു ചായ കുടിക്കുന്നതിന് ഒരു ചായക്കട തുടങ്ങുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ഇതിങ്ങനെ പറയാനുള്ള കാര്യം, ചില ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഏരിയ തന്നെ സൃഷ്ടിച്ചെടുത്തേ പറ്റൂ. ഇതുപോലെ ഒരു സ്ഥാപനം തന്നെ തുടങ്ങിയേ പറ്റൂ. അപ്പോൾ ഇവിടെ വിജയണ്ണൻ നാടകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം, അമിതമായ ഒരു താല്പര്യം, അത് മറ്റൊരു നാടക പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ നാടക ട്രൂപ്പിലോ ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്തിയെടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ലോൺ എടുത്തിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു നാടക പ്രസ്ഥാനം അല്ലെങ്കിൽ ഇങ്ങനെ നാടകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തത്. എന്തായാലും വളരെ നല്ല ഒരു ആശയമല്ലേ അത്. തന്നെയുമല്ല, അവിടെ വരുന്ന എത്രയോ ആൾക്കാർക്ക് അതൊരു തൊഴിൽ മാർഗം കൂടിയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഈ തുടങ്ങിയിരിക്കുന്നത് ഒരു നല്ല പ്രസ്ഥാനം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നല്ല ആശയമാണ്. അതിനെല്ലാ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.